ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർക്കാൻ ഷിയ വിഭാഗം ഏകോപിക്കുന്നു എന്ന തരത്തിൽ ചില പ്രാദേശിക മീഡിയകളിലൊക്കെ റിപ്പോർട്ട് വരുന്നു. അത് ഗവൺമെന്റ് തലത്തിൽ, ഇറാൻ ഗവൺമെന്റ് തലത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയമായിട്ട് ഫലസ്തീൻ ഇസ്രായേൽ വിഷയം മാറുകയും ഗസക്കകത്ത് നിരന്തരം മാരകമായിരിക്കുന്ന ആക്രമണം നടത്തുമ്പോൾ അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ മൗനം പാലിക്കുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവർ സാമ്പത്തികമായ രീതിയിലും ഭക്ഷ്യസംബന്ധമായ രീതിയിലും മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ സഹായം നൽകുന്നുണ്ട്. അതല്ല, നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ദേശത്ത് അവർക്ക് നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു നടപടിക്രമം കഠിനമായ രീതിയിൽ എടുക്കുന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ പിറകിലാണ്. ഇനി ഈ യുദ്ധം തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ഇറാൻ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കും. തുടങ്ങിയത് ഹമാസ് ആണെങ്കിലും അത് അവസാനിപ്പിക്കേണ്ടത് ഇറാനാണ് എന്ന തരത്തിലാണ്. കാര്യമെന്ന് പറയുന്നത് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും എല്ലാ കാലത്തും ഈ ഹമാസ് വിഭാഗത്തിന് നൽകുന്നത് ഇറാനാണ്. അതൊരു കൃത്യമായിരിക്കുന്ന ഒരു സത്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഷിയ രാജ്യവും ഗസയെ സംബന്ധിച്ചിടത്തോളം അവർ സുന്നി ദേശവുമാണ്. ആശയപരമായി തന്നെ വ്യത്യാസമുണ്ട്, പക്ഷേ അവരത് ചേർന്ന് നിൽക്കുന്നു. അറബ് രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളും സുന്നി രാജ്യങ്ങളാണ്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ചേർന്ന് നിൽക്കുന്നില്ല. സുന്നി എന്ന് പറയുന്ന സമയത്ത് മുജാഹിദ് വൽക്കരണമാണെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗമായിട്ടാണ് മുസ്ലിം വിശ്വാസികളെ ചരിത്രന്മാർ കാണിക്കുന്നത്. ഒന്ന് ഷിയ, മറ്റത് സുന്നി. സുന്നിയിൽ തന്നെ പെട്ടതാണ് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ് പോലെയുള്ള വിഭാഗങ്ങൾ എന്നാണ് അനുമാനിക്കുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗസ എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന ദേശം അത് മുഴുവനും സുന്നി വിശ്വാസികളാണ്. ഷിയ വിശ്വാസികൾ ഇല്ലാതിരുന്നിട്ട് പോലും അറേബ്യൻ സംസ്കാരമുള്ള, അറേബ്യൻ ആശയമുള്ള, ആ ഭാഷ സംസാരിക്കുന്ന സുന്നികളായിരിക്കുന്ന ഒരു രാജ്യവും അവരെത്തി നോക്കുന്നില്ല. എന്നാൽ ഇറാനിലേക്ക് നോക്കുന്ന സമയത്ത് ഇറാൻ അറബ് രാജ്യമല്ല, പേർഷ്യൻ രാജ്യമാണ്. ആ പേർഷ്യൻ രാജ്യമായിരിക്കുന്ന അറബ് സംസാരിക്കാത്ത ഈ അവരുടെ ഭാഷയിലും അവരുടെ ഷിയ ആശയത്തിലും നിൽക്കുന്ന ആ രാജ്യം ഇവരെ സഹായിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇറാന്റെ ലക്ഷ്യമാണ്, അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും ഇറാൻ തയ്യാറാണ്. കൃത്യമായിരിക്കുന്ന ശത്രുവാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവർ ചേർന്ന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അറബ് രാജ്യങ്ങൾ അമേരിക്കയുടെ നയങ്ങളോടും നിലപാടുകളോടും സമീപനങ്ങളോടൊക്കെ വലിയ ബന്ധങ്ങളാണ്. ആ ബന്ധം മതപരമായിരിക്കുന്ന വിശ്വാസത്തിലും അവർ കൂട്ടിക്കയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് പൊടുന്നതിന് ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേലിനെതിരെയോ അമേരിക്കക്കെതിരെയോ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും 1979 കാലത്ത് ഇസ്ലാമിക റിപ്പബ്ലിക് വന്നതോട് കൂടിയിട്ട് വളരെ കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്, അതാണ് നയം. അതിനെതിരെ പോരാടുന്നവരാണ് അമേരിക്ക, അംഗീകരിക്കില്ല. ഇസ്രായേൽ അംഗീകരിക്കില്ല. അങ്ങനെ ഓരോരോ അംഗീകരിക്കാത്ത രാജ്യങ്ങളുടെ വിവരങ്ങൾ പോലും വളരെ കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും ഇറാന് സാധിച്ചിട്ടുണ്ട്. അറബ് രാജ്യങ്ങൾക്ക് അത് സാധിക്കുന്നില്ല. അതിൻ്റെ പ്രയാസം അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ട് നോക്കുന്ന സമയത്ത് ഷിയാക്കൾ എത്ര ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിലിപ്പോൾ ബഹ്റൈനിൽ അവിടുത്തെ ജനസംഖ്യയിലെ 60 മുതൽ 70% വരെ ഷിയാക്കളാണ്. 1.6 മില്യൺ ഷിയാക്കൾ ബഹ്റൈനിലുണ്ട്. കുവൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് 30 മുതൽ 35% വരെ 4.5 മില്യൺ ഷിയാക്കൾ അവിടെയുണ്ട്. സൗദി അറേബ്യ എത്തുന്ന സമയത്ത് 10 മുതൽ 15% വരെ 36 മില്യൺ ഷിയാക്കളുള്ള രാജ്യമാണ് സൗദി അറേബ്യ. പിന്നെ ഖത്തറിലേക്ക് എത്തുന്ന സമയത്ത് 3 മില്യൺ അവിടെയുണ്ട്. UAE 10 മില്യൺ, ഒമാനിൽ 5 മില്യൺ. ഇങ്ങനെയാണ് ജനസംഖ്യാനുപാതികമായിട്ട് ഏകദേശം 2024-25 ആദ്യമഘട്ടത്തിലൊക്കെയുള്ള കണക്ക് പ്രകാരം സൂചിപ്പിക്കുന്നത് വളരെ നിർണായകമാണ്. ഇനി നമ്മൾ ഇറാഖിലേക്ക് പോകുന്ന സമയത്തോ 60 മുതൽ 65% വരെ, അതായത് 45 മില്യൺ ആണ് വരുന്നത്. ലെബനാനിൽ 6.5 മില്യൺ, ജനസംഖ്യയിലെ 30 മുതൽ 35% വരെ. യമനിലെത്തുന്ന സമയത്ത് 35 മുതൽ 40% വരെ 34 മില്യൺ. പിന്നെ സിറിയയിൽ എത്തുന്ന സമയത്ത് 10 മുതൽ 15% വരെ, അതായത് 23 മില്യൺ. ഖത്തർ, UAE, ഒമാൻ കഴിഞ്ഞ് ജോർദാനിലേക്ക് എത്തുന്ന സമയത്ത് 11 മില്യൺ. ഈജിപ്ത് 11 മില്യൺ ഈജിപ്തിൽ. ഈ മൊറോക്കോ 38 മില്യൺ, അൾജീരിയ 45 മില്യൺ, ടുണീഷ്യ 12 മില്യൺ, ലിബിയ 7 മില്യൺ. ഇങ്ങനെ ഈ മേഖലകളിലെല്ലാം വളരെ നിർണായകമാണ് യഥാർത്ഥത്തിൽ ഈ ഷിയ വിഭാഗത്തിൻ്റെ ജനസംഖ്യാനുപാതികമായിരിക്കുന്ന കണക്കുകൾ. ഇത് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്.
ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഏകോപന സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ചെറുത്തുനിൽപ്പ് ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ ആ രാജ്യത്തിലെ ഭരണാധികാരികളോട് വലിയ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് അത് സമരമോ അല്ലെ പ്രക്ഷോഭമോ അതല്ലെങ്കിൽ നേരിട്ടോ നിവേദനവുമായിട്ട് ബന്ധപ്പെട്ട ഏതാണെങ്കിലും മൗനം പാലിക്കരുത്, നിലപാട് പറയണം എന്നിടത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതൊന്നും കൃത്യമല്ല. പക്ഷെ അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ആരംഭം കുറിച്ചിട്ടുണ്ട്. ഔദ്യോഗികപരമായിരിക്കുന്ന ഇറാന്റെ ഗവൺമെന്റ് ഒന്നുമല്ല, അവിടെ ഒരു സംഘടന ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പ്രാദേശിക റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥാ സാഹചര്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോകത്താകമാനം ഇപ്പം നടക്കുന്ന ഈ പ്രവൃത്തിയെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിൽ എതിർക്കപ്പെടുന്നുണ്ട്. ആരും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വരണമെങ്കിൽ അവർ ഗസക്കകത്ത് കൂട്ടുന്ന പ്രാകൃതമായിരിക്കുന്ന പ്രവൃത്തി എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ ലോക യുദ്ധങ്ങൾ പങ്കെടുത്ത 1-2 ലോക യുദ്ധങ്ങൾ പങ്കെടുത്ത രാജ്യങ്ങളാണ് ഈ പറയപ്പെട്ട ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഭാഗത്ത് തന്നെ ആ G7 ഉച്ചകോടി ഇതിന് മുമ്പ് ചോർന്ന സമയത്ത് ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഇസ്രായേലിന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുണ്ട്. ഏറെക്കുറെ അമേരിക്ക മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇതിലെ വില്ലനായിട്ട് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ അല്ല, അമേരിക്കയാണ്. ഇസ്രായേലിനോടുള്ള എതിർപ്പ് കാരണത്താൽ പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയോട് തന്നെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. എങ്ങനെയാണ് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുക? അത് പല ഘട്ടങ്ങളിലും ഇറാൻ പരിശോധിച്ച കാര്യമാണ്. നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ പറയുന്നു എന്നല്ലാതെ പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കൂ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിരിക്കുന്ന വിവരം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് പല അഭിപ്രായങ്ങളാണ്, പല നിലപാടുകളാണ്. അയാൾ പറയുന്ന അഭിപ്രായത്തിൽ ഏതാണെന്നുള്ള അയാൾക്ക് തന്നെ അറിയാറില്ല. പല ഘട്ടത്തിലും ഒരിക്കൽ പറയൂ 2 ആഴ്ചക്കകം ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കും, മറ്റൊരിക്കൽ പറയൂ ഗസ എന്ന് പറയുന്ന പ്രദേശം ടൂറിസ്റ്റ് മേഖലയാക്കാൻ പോവുകയാണ്, വേറെ പ്രദേശം പറയൂ വേറെ സമയത്ത് പറയുന്നത് അവരെ മറ്റുള്ള അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കുന്ന പ്രശ്നം തീർന്നല്ലോ എന്നാണ്. അങ്ങനെ പരസ്പരം യോജിപ്പില്ലാത്ത നടക്കാത്ത പല കാര്യങ്ങളും പല നിലപാടുകളുമാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് എന്നതിനാൽ അയാളുടെ സമീപന രീതികളൊന്നും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. പ്രശ്നത്തിൽ ഗസയെ അല്ലെ ഫലസ്തീനെ രക്ഷപ്പെടുത്തുകയും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും അവരവരുടെ ദേശത്ത് സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം ചെയ്യണമെങ്കിൽ ഒറ്റ പോംവഴി മാത്രമേ ഉള്ളൂ. അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിരോധിക്കുക, അവരുടെ സൈനികപരമായി നിൽക്കുന്ന ബലത്തെ ഇല്ലാതാക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക. അതിന് ഇറാന്റെ നിലപാടുകൾ തന്നെയാണ് ശരി. യുദ്ധം ചെയ്യുക അല്ലാതെ വേറെ പോംവഴികളില്ല. സമാധാനപരമായിരിക്കുന്ന ക്രിയയിലൂടെയോ അല്ലെങ്കിൽ ഈ കരാർ പത്രത്തിലൂടെയോ ഉപദേശ നിർദ്ദേശത്തിലൂടെയോ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നിലപാടിൽ മാറ്റം വരുത്തുന്ന രാജ്യമൊന്നുമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ UN സഭയിൽ തന്നെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ പ്രമേയം വന്നിട്ടുണ്ട്. 30 തവണയെങ്കിലും ഇസ്രായേലിനെതിരെ പ്രമേയം പാസ്സാക്കിയ ഈ മേഖലയാണ് പാസ്സാക്കിയതാണ് UN സഭയുടെ മീറ്റിങ്ങിൽ വെച്ച്. ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഒരൊറ്റ ബില്ലാണ് പാസ്സാക്കിയത് ഇറാഖിനെതിരെ, അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അപ്പൊ രണ്ടിന്റെയും തമ്മിലുള്ള വൈരുദ്ധ്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക. ഒന്ന് മുസ്ലിം രാജ്യമാണ് എന്നതിനാൽ അതിനെതിരെ ലോകാടിസ്ഥാനത്തെ സംഘടിച്ചുകൊണ്ട് 32 രാജ്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇറാഖിലെ സദ്ദാം ഹുസൈനെതിരെ അന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ യുദ്ധം നയിച്ചത്. അതേ 32 രാജ്യങ്ങൾ തല ഉയർത്തിപ്പോയി നിൽക്കുന്നു. ഫലസ്തീനിന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ ഇസ്രായേലിനെതിരെ നമ്മൾ യുദ്ധപ്രഖ്യാപനം നടത്തുക, അങ്ങോട്ട് പോവുക എന്ന് ഒരു രാജ്യവും പറയുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒരു അന്താരാഷ്ട്ര വർഗീയത കൂടി ഇതിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഫലസ്തീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലവിലെ പോംവഴികൾ എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യല്ലാതെ മറ്റൊരു പോംവഴികൾ ഇതിനു മുമ്പിൽ വെക്കാനേ ഇല്ല. അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ ഏകോപിച്ച് കിട്ടുന്നില്ല. അവരിങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നു, ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ കാവ് കുടിച്ച് പിരിയുന്ന രീതിയിലേക്ക് പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ. ആയതിനാൽ തന്നെ എന്ത് ചെയ്യണം? ഷിയ വിഭാഗത്തെ ഏകോപനം ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ ഇത് സാധ്യമാകുന്നു എന്ന് ഇറാനിലെ ഈ സംഘടന പറയുകയും അവരത് വിലയിരുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകാടിസ്ഥാനത്തിൽ ഷിയാക്കൾക്ക് ഒരു ബന്ധങ്ങളുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോകാടിസ്ഥാനത്തിൽ മുഴുവൻ ബന്ധങ്ങളുള്ളവരാണ്, അവർ പരസ്പരം അറിയുന്നവരാണ്. എന്ന് വെച്ചാൽ ഇറാനെ ഫോളോ ചെയ്തിട്ട് നിൽക്കുന്നവരാണ് ലോകാടിസ്ഥാനത്തിലുള്ള ഷിയ വിഭാഗം മുഴുവൻ. എന്നാൽ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ലോകാടിസ്ഥാനത്തിൽ ഫോളോ ചെയ്ത് ഒരു നേതാവിനെയോ ഒരു രാജ്യത്തെയോ അങ്ങനെ നിൽക്കുന്നില്ല. സൗദി അറേബ്യയെ ഫോളോ ചെയ്തുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ സുന്നികൾ നിൽക്കുന്ന സംവിധാനമൊന്നുമില്ല. പ്രത്യേകിച്ച് സുന്നി ആശയത്തിന് വിരുദ്ധമായിരിക്കുന്ന പല പരിപാടികളും മുജാഹിദ് ആശയത്തിനോട് ചേർന്നുകൊണ്ട് സൗദി അറേബ്യ എടുക്കുന്നത് കൊണ്ട് തന്നെ അത് അങ്ങനെ സഹകരണമൊന്നുമില്ല. അപ്പോൾ സുന്നികൾക്ക് ലോകാടിസ്ഥാനത്തിൽ ഒരു ഏകോപനമോ ഒരു ഐക്യമോ ഒരു നേതൃത്വം നിലവിലില്ല. ഷിയാക്കൾക്ക് ലോകാടിസ്ഥാനത്തിൽ ഏകോപനവും നേതൃത്വ നിലവും രാജ്യവുമുണ്ട്, അത് ഇറാനാണ്.
അപ്പോൾ അങ്ങനെ ഏകോപിച്ച് കിട്ടുന്ന സമയത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതും മറ്റ് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷിയ വിഭാഗത്തിന് സാധിക്കും എന്നതിനാൽ ലോകാടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് അറബ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഷിയ വിഭാഗത്തെ ഏകോപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.